ഹസ്ബൻഡിൻ്റെ സ്നഗി വന്നിട്ടുണ്ട് ഫസ്റ്റ് ക്രൈന്ന്. വാ കുഞ്ഞിൻ്റെ സ്നഗി കാണാവാ. അച്ചാച്ചൻ്റെ അടുത്ത് പോയിട്ടുണ്ട്. ഞാനിത് 120 പീസായിട്ട് വാങ്ങിയത്. ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ട്, പക്ഷേ അവരിപ്പോൾ പറയുന്നു ഡെലിവറി അവർ ചെയ്ത് തരില്ല, അവിടെ പോയി എടുക്കണം എന്ന് പറഞ്ഞു. അതുകൊണ്ടിപ്പം നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ നെക്സ്റ്റ് ടൈം മുതൽ ഫസ്റ്റ് ക്രൈയുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഓൺലൈനായിട്ട് വാങ്ങിക്കുന്നത് നമുക്ക് നഷ്ടമാണ്. എന്തായാലും നമ്മൾ അവിടെ പോയി എടുക്കണം. പിന്നെ ഡയറക്റ്റ് ഫസ്റ്റ് ക്രൈയിൽ പോയി വാങ്ങിക്കാമെന്ന് വിചാരിച്ചിരിക്കുക. ഇതെന്തായാലും നോക്കാം. ഞാൻ 120 പീസാണ് ഓർഡർ ചെയ്തത്. 1947 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത്. നല്ല പാക്കിംഗ് ആണ് കേട്ടോ. ഇത് ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. ആളെ കാലൊക്കെ പോയിരിക്കുക. ഒരു ഇഞ്ചക്ഷൻ 1.5 വയസ്സിലെ കുത്തിവയ്പ്പൊക്കെ എടുത്തിട്ട് കാലൊക്കെ ഫുള്ള് വീക്കായിട്ടിരിക്കുക. കുറച്ച് പാടാണ്. ആദ്യം പോനാ അത് വെച്ച് കണ്ടിക്കാൻ മേലല്ല, അതേ വരും തോന്നുന്നില്ല. എന്തി യോ കത്രി എടുക്കണ്ട. വീഡിയോ സ്റ്റാർട്ട് ചെയ്തിട്ട് കൊച്ചിൻ്റെ ആദ്യത്തെ അൺബോക്സിങ് ആണ് കേട്ടോ. ഇതിന് മുന്നേ എന്ത് പ്രോഡക്റ്റ് വാങ്ങിച്ചാലും അൺബോക്സിങ് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. നമ്മൾ ഇപ്പോഴല്ല സ്റ്റാർട്ട് ചെയ്ത ചാനൽ. പാമ്പേഴ്സ് എനിക്ക് ഇവർ പാക്കിങ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പാക്കിങ്ങാണ്. അത്യാവശ്യം വെയിറ്റും ഉണ്ട് കേട്ടോ. പൊന്നുണ്ണി ഇത് എന്ത് സാധനമാ? ഇതെന്താ ഇത്? സ്നഗി. TV ഒക്കെ മാറ്റിയോ? ചാനലൊക്കെ മാറ്റിയോ? ആ ഗ്യാപ്പിൽ അവൻ സീരിയൽ കാണുമായിരുന്നു. സീരിയലല്ല, ഇപ്പം 10 മണി കഴിഞ്ഞു. ന്യൂസ് കാണുമായിരുന്നു 24-ൽ. എന്താ പരിപാടി? രണ്ട് പാക്കറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നു. 60-60ൻ്റെ 2 പാക്കറ്റായിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് ഒരെണ്ണം കണ്ടിച്ചോ അമ്മേ? ഒരെണ്ണം ഇപ്പോൾ നമുക്ക് ഉപയോഗിക്കാനുള്ളതാ. ഒരെണ്ണം ജസ്റ്റ് കട്ട് ചെയ്തോ. ഇവർക്ക് ഞാൻ ലാർജ് സൈസാണ് യൂസ് ചെയ്യുന്നത്. അയ്യോ, അമ്മാമ്മ അല്ല, കുഞ്ഞിൻ്റെ സ്നഗിയാ. അമ്മാമ്മ അല്ല കേട്ടോ, സ്നഗിയാണ്. ഇനിയിപ്പോൾ അമ്മാമ്മ കൊടുക്കേണ്ടി വരും. ഓക്കെ, കുട്ടി ജനിച്ചതിന് ശേഷം ഒരുപാട് സ്നഗീസ് മാറ്റി മാറ്റി യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്ക് മെയിനായിട്ട് തോന്നിയത് ചില സ്നഗീസിലൊക്കെ പെട്ടെന്ന് ലീക്കേജ്, പെട്ടെന്ന് ഫില്ലാവുകയും ചെയ്യും, ലീക്കേജ് പെട്ടെന്ന് വരും. പിന്നെ ചില സ്നഗീസിലൊക്കെ ഈ റാഷസ് വരും. അപ്പം ഞാൻ യൂസ് ചെയ്തില്ല. ഞാൻ ഒരുപാട് ടൈം അല്ലെങ്കിൽ ഒരുപാട് നാൾ കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് പാമ്പേഴ്സാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ റേറ്റ് കുറഞ്ഞതൊക്കെ ആദ്യം ഉണ്ടാകുന്ന ടൈമിലൊക്കെ നമ്മൾ അങ്ങനെ നോക്കി വാങ്ങിക്കും. കാരണം ഒരുപാട് യൂസ് ഉണ്ടല്ലോ സ്നൈക്ക്. അപ്പം അങ്ങനെ വാങ്ങിയിട്ട് എനിക്കതൊന്നും കുറച്ച് ബെറ്ററായിട്ടൊന്നും തോന്നിയിട്ടില്ല. കാരണം ഒരുപാട് റാഷസും ഇച്ചിങ്ങും ഒക്കെ കൊച്ചിന് വരുമായിരുന്നു. പാമ്പേഴ്സ് വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ കുറച്ച് എന്താ പറയുക, എമൗണ്ട് കുറച്ച് കൂടുതലാണ്. എങ്കിൽ പോലും ഒരുപാട് ടൈം നമുക്ക് നിൽക്കുകയും ചെയ്യും. റാഷസ് ഒന്നും അങ്ങനെ ഉണ്ടാവത്തില്ല. ഒരാളിതാ സ്നഗ്ഗിയൊക്കെ എടുത്ത് പെറുക്കി എടുത്ത് എറിയുകയാണ്. ഉറങ്ങാനുള്ള പ്ലാനൊന്നുമില്ല. സമയം 11 മണി കഴിഞ്ഞു. അപ്പം ശരി, നിങ്ങൾക്ക് കുട്ടികൾക്കൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഒരു ഒപ്പീനിയൻ പറയൂ. ഏതാണ് ഏറ്റവും നല്ല സ്നഗ്ഗി നിങ്ങൾ കുട്ടികൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ബെറ്ററായിട്ട് തോന്നിയ സ്നഗ്ഗി ഏതാണെന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. എല്ലാവർക്കും ഉപകാരപ്പെടുമല്ലോ.